Dear friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമിസ്റ്റർ സബ്ജക്റ്റായ EST100 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ മൊഡ്യൂൾ 1-ൽ വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABCD is a square of side 6 meter. Forces acting along AB, BC, CD, DA and AC and DB are 1.5 kilonewton, 3 kilonewton, 12 kilonewton, 7.5 kilonewton and 7.5 root 2 kilonewton and 3 root 2 kilonewton respectively. Find the resultant force and resultant moment about D. Okay. ഇവിടെ നമുക്കൊരു ഓൾറെഡി ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഈ സ്ക്വയറിൻ്റെ സൈഡ്സും അതുപോലെ ഡയഗണൽസിൽ വരുന്ന ഫോഴ്സസിൻ്റെ വാല്യൂസും നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് റിസൾട്ടൻറ്റ് ഫോഴ്സും അതുപോലെ റിസൾട്ടൻറ്റ് മൊമെൻറ്റും. ഓക്കെ, റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? R is equal to root of sigma fx square plus sigma fy square കണ്ടുപിടിക്കണം. റിസൾട്ടൻറ്റ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഗിവൺ വാല്യൂസ് പ്ലസ് കൺസേണിങ് ഇക്വേഷൻസും കൂടി എന്ത് ചെയ്യണം, ഇതിൽ മെൻഷൻ ചെയ്യണം. സോ നമുക്ക് ആദ്യം റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ റൂട്ട് ഓഫ് സിഗ്മ fx സ്ക്വയർ പ്ലസ് സിഗ്മ fy സ്ക്വയർ. ഓക്കെ, ദെൻ റിസൾട്ടൻറ്റ് മൊമെൻറ്റ് നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? M ആണ് അല്ലേ. മൊമെൻറ്റ് ഈക്വൽ ടു എങ്ങനെയാണ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. സോ ഇവിടെ ഇപ്പം ഏതെങ്കിലും ഒരു പോയിന്റ് അബൌട്ട് ഡിയിലാണ് എന്ത് നമ്മളോട് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സപ്പോസ് ചില ക്വസ്റ്റ്യൻസിൽ പോയിന്റ് ഏതാണെന്ന് മെൻഷൻ ചെയ്യത്തില്ല. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മൊമെൻ്റ് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്കിത് ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം ടൈപ്പ് തന്നെ ടാബ്ലർ കോളം വരച്ചിട്ട് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ്. അതിനുശേഷമാണ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിനായിട്ട് 3 കോളംസ് വരക്കാം. 3 കോളംസിൽ ഫസ്റ്റ് വൺ ഫിഗർ, സെക്കൻഡ് വൺ സിഗ്മ fx, തേർഡ് വൺ സിഗ്മ fy. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഇതിൽ ഏത് ഫോഴ്സ് വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ABC അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ആണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് A to B എടുക്കുന്നതാണെങ്കിൽ ഇതിൽ നമുക്ക് ഏത് ഫോഴ്സാണ് വരുന്നത്? ഇത്രയാണ് ഫോഴ്സ് 1.5 കിലോന്യൂട്ടൺ അല്ലേ. സോ നമുക്കത് ഏത് കോളത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് ഡയറക്ഷനിലല്ലേ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതും പോസിറ്റീവ് ഡയറക്ഷൻ. സോ നമ്മൾ എന്ത് ചെയ്യും, ഫിഗറിൽ ആ ഫോഴ്സ് മാർക്ക് ചെയ്യുക. 1.5 കിലോന്യൂട്ടൺ ആണ്. സിഗ്മ fx ഏത് ഡയറക്ഷൻ? ഇത് അലോങ് എക്സ് ഡയറക്ഷൻ ആണ് അല്ലേ, അതായത് പോസിറ്റീവ് ഡയറക്ഷൻ. സോ 1.5 സിഗ്മ fxൻ്റെ കോളത്തിൽ മാർക്ക് ചെയ്യാം. സിഗ്മ fയിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ, കാരണം എന്താ, ഇത് എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സ് നമുക്ക് BC എന്നുള്ള ഡയറക്ഷനിലേക്ക് എടുക്കാം. സോ BC എന്നുള്ള ഡയറക്ഷൻ എടുക്കുന്നതാണെങ്കിൽ അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 3 കിലോന്യൂട്ടൺ അല്ലേ. അപ്പോൾ ഈ ഒരു ഫോഴ്സ് എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ടേക്ക്, അതായത് നെഗറ്റീവ് y ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. സോ ഫിഗറിൽ നമുക്ക് ആദ്യം ഇത് മെൻഷൻ ചെയ്യാം, 3 കിലോന്യൂട്ടൺ. ഇത് y ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ സിഗ്മ fxനൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി സിഗ്മ fൻ്റെ കുളത്തിൽ എഴുതാം. സോ താഴോട്ടേക്കാകുമ്പോൾ അവിടെ എന്ത് വരണം? -3 കിലോന്യൂട്ടൺ മാർക്ക് ചെയ്യണം. ടാബ്ലർ കുളത്തിന് മുകളിൽ തന്നെ നമുക്ക് യൂണിറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തേർഡ് ഫോഴ്സ് എന്താണ്? C to D. സിന്ന് ഡിയിലേക്കുള്ള ഫോഴ്സ് എത്രയാണ്? 12 കിലോന്യൂട്ടൺ അല്ലേ. 12 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? അലോങ് ലെഫ്റ്റ് സൈഡാണ്, അതായത് എക്സ് ഡയറക്ഷൻ. അപ്പോൾ സോ -12 വരും. സോ ഇങ്ങനെ പഠിച്ചാൽ മതി. ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ നെഗറ്റീവ്, ഈ ഒരു ഡയറക്ഷനിൽ പോസിറ്റീവ്, അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്. ഓക്കെ, ഒരു ക്വാഡ്രൻ്റ് ഓർമ്മിച്ചാൽ മതി. ഇതിൽ എളുപ്പമായിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഫോഴ്സ് ഏതാണ്? D to A. ഡിന്ന് എയിലേക്ക് പോകുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? അപ്വേർഡ് ഡയറക്ഷനാണ് അല്ലേ. സോ അപ്വേർഡിലേക്ക് നമുക്കൊരു 7.5 കിലോന്യൂട്ടൺ ഫോഴ്സ് വരുന്നുണ്ട്. ആ 7.5 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? Y ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് 7.5 കിലോന്യൂട്ടൺ.
ദെൻ നമ്മളിപ്പോൾ സൈഡ് വൈസ് ഉള്ള എല്ലാ ഫോഴ്സസും സോൾവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ഇടയിൽ ഡയഗണൽസ് ഉണ്ട് അല്ലേ? ഈ ഡയഗണൽസിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫോഴ്സസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്ന് സിയിലേക്കുള്ള ഡയഗണലിലെ ഫോഴ്സും അതുപോലെ ബി ടു ഡി ഉള്ള ഡയഗണൽ ഫോഴ്സും നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. സോ ഫസ്റ്റ് ഞാൻ എ ടു സി എന്നുള്ള ഫോഴ്സാണ് എടുക്കുന്നത്. എ ടു സി എന്നുള്ള ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വാല്യൂ വന്നിരിക്കുന്നത് 7.5√2. ഓക്കെ, എത്രയും കിലോ ന്യൂട്ടനാണ്. ഇതിന് എന്ത് ചെയ്യണം? ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം വരക്കാൻ. അതായത് എക്സ് കോമ്പണൻറ്റും വൈ കോമ്പണൻറ്റും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ആംഗിൾ എന്തായിരിക്കും? സ്ക്വയർ ആണല്ലേ? സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും? ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ടോട്ടൽ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആംഗിൾ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി. സോ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കോമ്പണൻ്റ് എന്ത് വരും? 7.5√2 cos 45 ഡിഗ്രിയും ഇത് 7.5√2 sin 45 ഡിഗ്രി വരും അല്ലേ? സോ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് കോമ്പണൻസ് ആക്കിയത് എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിൽ വാല്യൂസ് മാർക്ക് ചെയ്യാം. ഇതിൽ എക്സ് കോമ്പണൻ്റ് ഇങ്ങോട്ടേക്കാണ് പോസിറ്റീവ് ഡയറക്ഷനാണ് അല്ലേ? സോ ഇത് 7.5√2 cos 45 ഡിഗ്രി. ഇതോ ഈ വൈ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, താഴോട്ടേക്കാണ് ഇവിടുത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് 7.5√2 cos it is sin 45 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫൈനലായിട്ട് ഒരു ഫോഴ്സ് കൂടി ഉണ്ട് അല്ലെ? ഈ ഡയഗണലിൽ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സും കൂടി മാർക്ക് ചെയ്യാം. ഡി ടു ബി നമുക്കൊരു ഫോഴ്സ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിന്ന് ബിയിലേക്കുള്ള ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 3√2. സോ 3√2 ആണ് നമ്മുടെ ഇവിടുത്തെ ഫോഴ്സിൻ്റെ വാല്യൂ. ഇതിനെയും കോമ്പണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. സോ നമുക്കറിയാം ആംഗിൾ എന്താണ് ഇവിടുത്തെ? 45 ഡിഗ്രിയാണ്. സോ കോമ്പണൻ്റ് വരുമ്പോൾ 3√2 cos 45 ഡിഗ്രി ആൻഡ് 3√2 sin 45 ഡിഗ്രി. ഓക്കെ, ഇതിൽ ഇനി നമ്മളൊക്കെ എന്ത് ചെയ്യണം? എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ഏത് ഫോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അതായത് എക്സ് കോമ്പണൻറ്റും വൈ കോമ്പണൻറ്റും ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. സോ ഇതിൽ എക്സ് ആക്സിസിൽ പോസിറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് 3√2 cos 45 ഡിഗ്രിയും ഇത് 3√2 sin 45 ഡിഗ്രിയും വന്നു. ഓക്കെ, സോ നമ്മുടെ ടോട്ടൽ ഫോഴ്സസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫൈനൽ വാല്യൂ, അതായത് ടോട്ടൽ എന്ത് ചെയ്യാം? ഓരോന്ന് ആഡ് ചെയ്തിട്ട് സിഗ്മ എഫ് എക്സ് എത്രയാണെന്നും സിഗ്മ എഫ് ഐ എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂസ് ഞാനിവിടെ എഴുതാണ്. ഓവറോൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് സിഗ്മ എഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അതുപോലെ സിഗ്മ എഫ് ഐയുടെ വാല്യൂ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ റിസൾട്ടൻ്റ് എന്ത് വരും? 0 അല്ലേ? റിസൾട്ടൻ്റ് എന്താണ് ഇവിടുത്തെ? 0 ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? മൊമെൻറ്റ് കണ്ടുപിടിക്കണം. മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? മൊമെൻറ്റ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഓരോ പോയിന്റിലേക്ക്, അതായത് ഇവിടെ ഡി എന്നുള്ള പോയിന്റിലേക്ക് ഓരോ ഫോഴ്സിൽ നിന്നും ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ മൊമെൻറ്റ് ഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം? എം ഡി എന്ന് മാർക്ക് ചെയ്യാം. ഏത് പോയിന്റിലാണ് മൊമെൻ്റ് എടുക്കുന്നത് അത് ഞാൻ എം സഫിക്സ് ഡി, സപ്പോസ് എ ആണെങ്കിൽ എം സഫിക്സ് എ എന്ന് വേണം എഴുതാൻ. എം ഡി ഈസ് ഈക്വൽ ടു മൊമെൻ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്ന ഫോഴ്സ്, ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്ന ഫോഴ്സിന് നമ്മൾ മൊമെൻറ്റിനെ നമ്മൾ പോസിറ്റീവായിട്ടും അതിൽ ക്ലോക്ക് വൈസ് എടുക്കുന്നതിന് നമ്മൾ നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഒരു മൊമെൻ്റ് എടുക്കുമ്പോൾ ഓരോ ഫോഴ്സിൽ നിന്നും ഈ ഡിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ 1.5 എന്നുള്ളൊരു ഫോഴ്സ് എടുത്തു. അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ്? താഴേക്കാണല്ലേ വരിക. സോ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 6 മീറ്റർ. സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് ഓൾറെഡി 6 മീറ്റർ വന്നിട്ടുണ്ട്. സോ 1.5 × 6 മീറ്റർ. ഇത് ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ? എ ടു ബി എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോക്ക് വൈസ് അല്ലേ? ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നെഗറ്റീവ്. സോ -1.5
ഇൻറ്റു 6. നെക്സ്റ്റ് എന്താണ് ഫോഴ്സ്? 3 കിലോ ന്യൂട്ടൺ. ഈ 3 കിലോ ന്യൂട്ടൺ താഴോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഡിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതല്ലേ വരിക, ഈ ഒരു ഡിസ്റ്റൻസ്. അത് എത്രയാണ്? 6. ഡയറക്ഷൻ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് ഓൾസോ -3 ഇൻറ്റു ഡിസ്റ്റൻസ് 6. ദെൻ അടുത്ത ഫോഴ്സ് ഏതാണ്? ഇവിടെ 12 കിലോ ന്യൂട്ടൺ വരുന്നുണ്ട് അല്ലേ. ശ്രദ്ധിക്ക്, ഈ 12 കിലോ ന്യൂട്ടനുള്ള ഫോഴ്സ് ഡിയിലേക്ക് നേരിട്ട് ആക്ട് ചെയ്യുകയാണ്. ഇതിനൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. സെയിം ലൈനിലല്ലേ അത് ആക്ട് ചെയ്യുന്നത്. സോ അതിന് ഡിസ്റ്റൻസ് ഇല്ല. സോ -12 ഇൻറ്റു 0. ഓക്കെ. അതുപോലെ 7.5 കിലോ ന്യൂട്ടണിനുള്ള ഫോഴ്സോ ഇതേ പോയിന്റിലല്ലേ ആക്ട് ചെയ്യുന്നത്. അതും എന്താണ്? 0. -7.5 ഇൻറ്റു 0. ഓക്കെ. ദെൻ സോ നമുക്കിങ്ങനെ വരുന്ന വാല്യൂസ് നമുക്കിവിടെ എഴുതണം എന്നില്ല. സീറോസ് വരുന്നത് ഡയറക്റ്റ്ലി അങ്ങോട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഏത് ഫോഴ്സ് വരും? ഒരു 7.5 √2 വാല്യൂ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് നമുക്ക് 7.5 √2 എന്നുള്ളൊരു കോമ്പണൻറ്റ് വരുന്നുണ്ട് അല്ലേ. ഫോഴ്സ് ഇവിടെ വരുന്നുണ്ട് A to Z ഡയറക്ഷനിൽ. ആ ഫോഴ്സിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? നെക്സ്റ്റ് കോമ്പണൻറ്റ് 7.5 √2 cos 45. അതായത് ഈ ഒരു ഫോഴ്സിന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെയാണ് അതിൻ്റെ കോമ്പണൻറ്റ് വരിക. അത് ഡിയിലേക്ക് ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 ആണ്. സോ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -7.5 √2 cos 45 ഇൻറ്റു 6. ഓക്കെ. ദെൻ ഡി എന്നുള്ള പോയിന്റിലാണ് അടുത്ത ഡയഗണലിലെ വാല്യൂ ഫോഴ്സ് വന്നത്. അപ്പോൾ ആ സെയിം പോയിന്റിലായതുകൊണ്ട് അതിന് എന്തില്ല? ഡിസ്റ്റൻസ് ഇല്ല. സോ അത് നമ്മൾ 0 ആയിട്ട് പോയി. ദെൻ ഫൈനലായിട്ട് ഇത് സോൾവ് ചെയ്താൽ MD = എന്ത് വരും? -72 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇതാണ് മൊമെൻ്റ് ആയിട്ട് ഡീൻ്റെ വാല്യൂ. യൂണിറ്റ് വരുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ന്യൂട്ടൺ മീറ്റർ വരും. Second question, what is meant by free body diagram? Explain with an example. സോ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം 2022 ഡിസംബറിൽ നടന്ന ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമിലും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം? സോ നമുക്കറിയാം, ഒരു ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിലേക്ക് വരുന്ന ഫോഴ്സസിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്ത് വരക്കുന്ന ഒരു ഡയഗ്രാമാണെന്ത്? ഫ്രീ ബോഡി ഡയഗ്രാം. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാക്കിയുള്ള വാൾസ്, ഫ്ലോറ്, അങ്ങനെയുള്ള എല്ലാ ഒബ്ജക്ട്സിനും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇവിടെ നിന്നൊക്കെ വരുന്ന ആക്ഷൻസ്, അതായത് ഫോഴ്സസിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണ്? The drawing of a free body diagram is an important step in solving of mechanical problem. അതായത് നമുക്കിപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡീൻ്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അൺനോൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്താണ്, ഏത് ഡയറക്ഷനിലാണ് ഇവിടുത്തെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് കൃത്യമായും അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ വന്നിരിക്കുന്ന അൺനോൺ ഫോഴ്സസ് കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാ സപ്പോർട്ട്സും നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവിടെ വരുന്ന ഫോഴ്സസിന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്ലോർ കൺസിഡർ ചെയ്യാം. ഈ ഫ്ലോറിന് മുകളിലായിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് ഈ ഒരു ഒബ്ജക്റ്റ്, മുകളിൽ പ്ലേസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തു. ഇനി ഇതിലേക്ക് വരുന്ന ഫോഴ്സസ് എന്താണെന്ന് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് നമുക്കറിയാം, ഈ ഒരു ബോഡി എടുക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എവിടെയാണ്? താഴേക്കാണ് ആക്ട് ചെയ്യുക അല്ലേ. സോ ആ ഫോഴ്സ് നമ്മൾ ആദ്യം താഴേക്ക് മാർക്ക് ചെയ്തു. അത് W ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ദെൻ ഈ ഒരു ഫ്ലോറിൽ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് എന്തുണ്ടാകും? ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ആക്ട് ചെയ്യുക അല്ലേ. ഫ്ലോറിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്ക് ഒരു റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആ റിയാക്ഷനാണ് നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഇത് നോർമൽ റിയാക്ഷൻ ഞങ്ങളിവിടെ N ആയിട്ട് മാർക്ക് ചെയ്തു. സോ ഇനി വേറെ ഒരു ഫോഴ്സൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ. സോ ഇതാണ് എന്തോ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. സപ്പോസ് ഇവിടെ ഒരു ഫോഴ്സ് P എന്നുള്ളൊരു ഫോഴ്സ് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോഴ്സും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അതായത് തന്നിരിക്കുന്ന ഏതാണോ ഡയറക്ഷൻ അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്യണം. Third question, a traffic signal of mass 500 Newton is hung with the help of 2 strings. Find the forces induced in the string using Lami's theorem. So നമുക്കിവിടെ
ഒരു ട്രാഫിക് സിഗ്നൽ അതിന് കറസ്പോണ്ടിങ് മാസ് നമുക്ക് 500 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഈ മാസ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 2 സ്ട്രിങ്സ് ത്രൂ ആണ് അല്ലേ? അതായത് RP, അതുപോലെ നമുക്കിത് Q എന്ന് ഡിനോട്ട് ചെയ്യാം. PQ എന്നുള്ള 2 സ്ട്രിങ്സ് വഴിയാണ് ഈ ഒരു മാസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 സ്ട്രിങ്സിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സസ് എന്താണെന്ന് കണ്ടുപിടിക്കണം ബൈ യൂസിങ് ലാമിസ് തിയറം. ലാമിസ് തിയറം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോഴ്സസ് കണ്ടുപിടിക്കാം. ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തു ലാമിസ് തിയറം യൂസ് ചെയ്തിട്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽ എന്താണ്? ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? RP എന്നുള്ളൊരു A എന്നുള്ളൊരു ആംഗിൾ നമുക്ക് 40 ഡിഗ്രിയും അതുപോലെ PQC എന്നുള്ളൊരു ആംഗിൾ 65 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലാമിസ് തിയറം നോക്കാം. സോ എന്താണ് ലാമിസ് തിയറം? ലാമിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ ആദ്യം പറഞ്ഞുതരാം. ലാമിസ് തിയറം എന്ന് പറയുന്നത് നമുക്ക് അറ്റ് എ ടൈം 3 ഫോഴ്സസ് ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഡൈവേഴ്സ് ചെയ്യുന്ന ആണെങ്കിൽ മാത്രമേ നമുക്ക് ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ ഇവിടെ പറ്റുന്നുള്ളൂ. അതായത് ഇവിടുത്തെ അൺനോൺ ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞാൽ മതി. പിന്നെ കറസ്പോണ്ടിങ് ആംഗിൾസും അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ PQR എന്നുള്ള 3 ഫോഴ്സസ് ഇവിടെ ഞാൻ ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണ് ലാമിസ് തിയറം പ്രകാരം ഓരോ ഫോഴ്സിൻ്റെയും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് സൈൻ ഓഫ് ദ ആംഗിൾ വേണം എടുക്കാൻ. ഫോർ എക്സാമ്പിൾ R ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ഗാമ. സോ R ബൈ സൈൻ ഗാമ ഈക്വൽ ടു Q ബൈ അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ആംഗിൾ ആൽഫ, Q ബൈ സൈൻ ആൽഫ ഈക്വൽ ടു P ബൈ സൈൻ ബീറ്റ. ഇതാണ് ലാമിസ് ഇക്വേഷൻ. സോ ഈ ലാമിസ് ഇക്വേഷൻ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എന്തായിരിക്കും? നോൺ വാല്യൂ ഉണ്ടാവും. അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് ബാക്കിയുള്ള 2 ഫോഴ്സസിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ നമുക്കിവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നിരിക്കുന്ന ഡയഗ്രത്തിന് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിലെ ഫോഴ്സസ് ആണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. സോ ഈ ഫോഴ്സ് ഞാൻ PR എന്നുള്ള FPR എന്ന് ഡിനോട്ട് ചെയ്തു. PQ എന്നുള്ള ഫോഴ്സിനെ ഞാൻ FPQ എന്ന് മാർക്ക് ചെയ്തു. ദെൻ താഴേക്ക് നമുക്ക് മാസ് അറിയാൻ എത്രയാണ്? 500 ന്യൂട്ടൺ ആണ് അല്ലേ? അപ്പോൾ ഇതൊരു നോൺ വാല്യൂ ആണ്. 500 ന്യൂട്ടൺ മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് ഓരോ ആംഗിൾസ് മാർക്ക് ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ ആംഗിൾ, അതായത് ഈ ആംഗിൾ നമുക്ക് എത്രയാണ്? 65 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോർണറിൽ വരുന്ന ആംഗിൾ എന്താണ് വരിക? 65 ഡിഗ്രി അല്ലേ? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ പ്രകാരം. സോ ഈ ഒരു ആംഗിൾ 65 ആണ്. പ്ലസ് ഇതെന്താണ്? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോർണറിൽ വരുന്ന മൊത്തം ആംഗിൾ എന്തായിരിക്കും? 65 പ്ലസ് 90, അതായത് 155 വരും. ഓൾസോ ദെൻ ഈ ഒരു സെക്ഷൻ നോക്കാം. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഓൾറെഡി ഈ ഒരു കോർണറിൽ വരുന്ന ആംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ആവശ്യം എന്താണ്? ഈ ഒരു ആംഗിൾ 40 ആണ് അല്ലേ? ദെൻ ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 90. സോ ഓവറോൾ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര വന്നു? 90 പ്ലസ് 40 വിച്ച് ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി. ദെൻ ബാക്കിയുള്ള ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ 360 ആണെങ്കിൽ ബാക്കി എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് കിട്ടി. ദെൻ എന്ത് ചെയ്യാം? ഇത് ഡയറക്റ്റ്ലി മാർക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ലാമിസിലേക്ക് ഡയറക്റ്റ്ലി ഫോഴ്സസിനെ അപ്ലൈ ചെയ്താൽ മതി. സോ അക്കോർഡിംഗ് ടു ലാമിസ് തിയറം 500 ബൈ 500ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? 75 ഡിഗ്രി. സോ 500 ബൈ സൈൻ 75 ഡിഗ്രി ഈക്വൽ ടു നെക്സ്റ്റ് FPQ എന്നുള്ള ഫോഴ്സ് FPQ ഡിവൈഡഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? സൈൻ 130. സൈൻ 130 ഈക്വൽ ടു FPR ഡിവൈഡഡ് ബൈ FPRൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ 155. സോ നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ 500 ബൈ സൈൻ 75ഉം PQ ബൈ സൈൻ 130 ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? FPQ. അതേപോലെ 500 ബൈ സൈൻ 75ഉം FPR ബൈ സൈൻ 155 എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് FPRൻ്റെ വാല്യൂ കിട്ടും. സോ ദാറ്റ് ഇംപ്ലൈസ് ഞാൻ ഇക്വേറ്റ് ചെയ്യാണ് FPR ഈക്വൽ ടു
500 by sin 75 into sin 155 which is equal to 218.76 ന്യൂട്ടൺ ആണ് വാല്യൂ വരുന്നത്. അതുപോലെ 500 by sin 75 അടുത്ത ടേം ഇക്വേറ്റ് ചെയ്യാം. FPQ equal to 500 divided by sin 75 into sin 130 which is equal to 396.53 ന്യൂട്ടൺ. സോ നമ്മളിവിടെ എല്ലാ ഫോഴ്സസും കാൽക്കുലേറ്റ് ചെയ്തു by using Lami's theorem. Fourth question. The concurrent forces of 1, 3, 5, 7, 9 and 11 Newton are applied to the center of a regular hexagon acting towards its vertices as shown in figure. Determine the magnitude and direction of the resultant. ഇതൊരു 9 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓർ ബി പാർട്ടിൽ 10 മാർക്സ് വരെ ക്വസ്റ്റ്യൻ വരാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്, മാഗ്നിറ്റ്യൂഡ് അതുപോലെ ഡയറക്ഷൻ ആണ് എന്ത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചിട്ടുണ്ട് മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആർ ആയിട്ടാണ്. ആർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ ആണെന്ത് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, അതായത് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഡയറക്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക തീറ്റ എന്നാണ്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ് അല്ലേ. സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ വേണ്ട പാരാമീറ്റേഴ്സ്, അതായത് ആറ് കണ്ടുപിടിക്കാൻ സിഗ്മ എഫ് എക്സും വേണം സിഗ്മ എഫ് ഐ വേണം. എന്താണ് സിഗ്മ എഫ് എക്സ്? എക്സ് ഡയറക്ഷനിലേക്ക് പോകുന്നത്, അതായത് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് എക്സ് ഡയറക്ഷനിൽ പോകുന്ന ഫോഴ്സസിൻ്റെ സമ്മാണെന്ത് സിഗ്മ എഫ് എക്സ്. ആൻഡ് വൈ ഡയറക്ഷൻ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡിലേക്ക് വരുന്ന ഫോഴ്സസ് സമ്മാണെന്ത് സിഗ്മ എഫ് ഐ. ഈ രണ്ട് വാല്യൂസും ഈ ഒരു കംപ്ലീറ്റ് ഡയഗ്രത്തിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആർ ആൻഡ് കറസ്പോണ്ടിങ് ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് ഏറ്റവും എളുപ്പം ഇതൊരു ടാബ്ലർ കോളമായിട്ട് പ്രോബ്ലം ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും നമുക്ക് ഈസിയറായിട്ട് പ്രോബ്ലം സോൾവിങ് ചെയ്യാൻ പറ്റുന്നത്. സോ ആദ്യം നമുക്കൊരു ടാബ്ലർ കോളം വരക്കാം. എന്തിൻ്റെയൊക്കെയാണ് ഇവിടെ വേണ്ടത്, നമുക്കിവിടെ തന്നിരിക്കുന്ന ഫോഴ്സസിനെ അറിയണം. അതുപോലെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, എഫ് എക്സും എഫ് ഐ വരുന്നൊരു ടാബ്ലർ കോളം വരക്കാം. സോ നമുക്ക് ആദ്യം 3 കോളംസ് ഫിഗർ എഫ് എക്സ് എഫ് ഐ എന്നുള്ള 3 കോളംസ് വരയ്ക്കാം. ദെൻ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഈ ഫിഗർ എന്നുള്ളതിൽ മെൻഷൻ ചെയ്യേണ്ടത്. എഫ് എക്സിൽ കറസ്പോണ്ടിങ് ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് എഫ് എക്സ് അതുപോലെ എഫ് ഐ എന്നുള്ള കോളം ഫില്ല് ചെയ്യേണ്ടത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്കറിയാം എന്താ, ഹെക്സഗൺ ആകുമ്പോൾ അതിൻ്റെ ഓരോ ആംഗിൾ എന്തായിരിക്കും 60 ഡിഗ്രിയാണ്. സോ ഇതിലെ ഓരോ ആംഗിൾസ് എത്രയാണ് 60 ഡിഗ്രിയാണ് തരുന്നത്. ദെൻ നമുക്ക് 1 by 1 ആയിട്ട് ഇത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഈ ഒരു ഫോഴ്സ് 5 ന്യൂട്ടൻ്റെ ഫോഴ്സാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. സോ ആ 5 ന്യൂട്ടൺ ഫോഴ്സ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഏത് ഡയറക്ഷനിലാണ് 5 ന്യൂട്ടൺ മാർക്ക് ചെയ്തു, അത് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗ്രാഫ് വരയ്ക്കുന്നതാണെങ്കിൽ ഇതാണ് അതിൻ്റെ എക്സ് ഡയറക്ഷൻ, മുകളിലേക്ക് അതുപോലെ താഴേക്കാണിത് വൈ ഡയറക്ഷൻ വരുന്നത് അല്ലേ. ഇത് ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് എക്സും റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ്. ഓക്കെ, സോ ഈ ഒരു 5 ന്യൂട്ടൺ എടുക്കുന്നതാണെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിലാണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ് അല്ലേ. ഒറിജിനലിൽ നിന്ന് ഏത് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത് നോക്കുക. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്, റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. സോ ഈ ഫോഴ്സ് 5 ന്യൂട്ടൺ എന്നുള്ളത് പോസിറ്റീവ് 5 എഫ് എക്സിലാണ് വരുന്നത്, എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് എഫ് ഐ എന്നുള്ള കോളം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഫോഴ്സ് ചെയ്തെടുക്കാം 11 ന്യൂട്ടൺ എടുക്കാം അല്ലേ. 11 ന്യൂട്ടൺ. ഈ 11 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ്, നമ്മുടെ ഈ ഒറിജിനലിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കല്ലേ 11 ന്യൂട്ടൺ ആക്ട് ചെയ്തത്, നെഗറ്റീവ് ഭാഗത്തേക്ക്. സോ അത് ഡയറക്ഷൻ ചെയ്ത എക്സ് ഡയറക്ഷൻ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത് -11. ഈ നെഗറ്റീവ് അതുപോലെ പോസിറ്റീവ് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ കറക്റ്റായിട്ട് ഇതൊക്കെ മാർക്ക് ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഏത് ഫോഴ്സ് മാർക്ക് ചെയ്യാം, ഈ ഡയഗണൽസിൽ വന്ന ഫോഴ്സസ് നോക്കാം. ഡയഗണലിൽ ആദ്യം വന്നിരിക്കുന്നത് 3 ന്യൂട്ടൺ ഫോഴ്സ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഫോഴ്സിൻ്റെ പ്രത്യേകത നോക്കി, ഈ ഫോഴ്സ് ഒറിജിനലിൽ നിന്ന് ഇതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. നോർമലി പ്യുവർലി വേർട്ടിക്കൽ അതുപോലെ പ്യുവർലി ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണ്ട, റിസോൾവ് ചെയ്യണ്ട. പക്ഷേ ഇതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ഫോഴ്സസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്തിട്ട് എക്സ് ആൻഡ് വൈ കോമ്പണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. സോ ഇതിൻ്റെ എക്സ് കോമ്പണൻ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇതാ ഈ ഒരു ഡയറക്ഷനിലേക്കും വൈ കോമ്പണൻ്റ് എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് വരുന്നത്. നമുക്കറിയാം ഈ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി. സോ ആംഗിൾ എവിടെയാണോ വരുന്നത് ആ കോമ്പണൻറ്റിൻ്റെ പേര്, നമ്മുടെ ഫോഴ്സിൻ്റെ പേര് ആദ്യം മെൻഷൻ ചെയ്യുക. 3 ആംഗിൾ വരുന്ന പോർഷനിൽ എപ്പോഴും കോസ് ആണ് ഉണ്ടാവുക, 3 cos 60 ഡിഗ്രി. അതുപോലെ അപ്വേർഡ് 3 sin 60 ഡിഗ്രി. ഇവിടെ എന്താണോ ആംഗിൾ അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ ടേം മാറ്റി കൊടുക്കേണ്ടി വരും. സോ ഇതിന് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യണം. 3 cos 60 ഡിഗ്രി എന്നുള്ള ഫോഴ്സിന് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആംഗിൾ വരുന്നുണ്ട് 3 cos 60, ദെൻ ഇത് 3 sin 60 ഡിഗ്രി. സോ ഇതിൻ്റെ എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ്, റൈറ്റ് സൈഡാണ് അല്ലേ. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ, പോസിറ്റീവാണ്. സോ പോസിറ്റീവ് 3 cos 60 ഡിഗ്രിയും പിന്നെ ഒരു ഫോഴ്സ് എങ്ങോട്ടാണ്, മുകളിലേക്കാണ്. നമുക്കറിയാം അപ്വേർഡ് ഫോഴ്സ് പോകുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവും, ഡൗൺവേർഡേക്കാണ് ആക്ട് ചെയ്യുന്നത് അതെന്താണ്, നെഗറ്റീവാണ്. ഓക്കെ, സോ ഇവിടെ ഒരു പോസിറ്റീവ് സൈൻ 3 sin 60 ഡിഗ്രിയും വരും. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 1.5ഉം ഇത് സോൾവ് ചെയ്യും 2.59 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫോഴ്സ് കൺസിഡർ ചെയ്യാം. അടുത്ത ഫോഴ്സ് നമുക്ക് 1 ന്യൂട്ടൻ്റെ ഫോഴ്സ് എടുക്കാം. സോ ബിഫോർ ദാറ്റ് എല്ലാവരും മനസ്സിൽ ഓർക്കുക, അപ്വേർഡ് എന്നുള്ള ഫോഴ്സ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്, ലെഫ്റ്റ് നെഗറ്റീവ്, റൈറ്റ് പോസിറ്റീവ്. ഒരു ഗ്രാഫ് വരയ്ക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ഓർത്താൽ തന്നെ നമുക്ക് ഏത് ഭാഗത്തേക്കാണ് ഫോഴ്സ് മാർക്ക് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് ഫോഴ്സ് 1 ന്യൂട്ടൺ അല്ലേ. 1 ന്യൂട്ടനുള്ള ഫോഴ്സ് എങ്ങനെയാണ്, ഒറിജിനൽ നിന്ന് ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്തത് 1 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോമ്പണൻ്റ് ഏത് ഭാഗത്തേക്കാണ്, ഈ ഒരു ഭാഗത്തേക്കാണ് എന്ത് വരിക, കോമ്പണൻസ് വരുന്നത്. സോ ഈ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന കോമ്പണൻ്റ് എന്തായിരിക്കും, ഫോഴ്സിൻ്റെ പേര് ഇൻറ്റു cos 60 ഡിഗ്രി, ഇത് 1 sin 60 ഡിഗ്രി. സോ നമുക്കിനി ഫോഴ്സിനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് 1 cos 60 ഡിഗ്രിയും ഇത് 1 sin 60 ഡിഗ്രി. ഓക്കെ, മാർക്ക് ചെയ്യുമ്പോൾ ഇത് ഏത് ഭാഗത്തേക്കാണ്, ലെഫ്റ്റ് ആണല്ലേ. ലെഫ്റ്റ് ആണെങ്കിൽ -1 cos 60 ഡിഗ്രിയും ഇത് അപ്വേർഡ് തന്നെയാണ്. സോ അത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് 1 sin 60 ഡിഗ്രി വരും. ദെൻ സോൾവ് ചെയ്ത് നമുക്ക് -0.5ഉം ഇത് സോൾവ് ചെയ്യും 0.866 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ ഫോഴ്സസ് ഉണ്ട്. നമുക്ക് 9 ഫോഴ്സ് വരുമ്പോൾ താഴോട്ടേക്കാണ്. ഇതിൻ്റെ ആംഗിൾ എവിടെയാണ് മാർക്ക് ചെയ്യുക, ഈ ഒരു കോർണറിൽ 60 ഇവിടെയാണ് വരുന്നത്. സോ നമുക്കറിയാം കോസ് ആംഗിൾ എവിടെയാണോ വരുന്നത് ആ പോർഷനിലാണ് കോസ് അല്ലേ. നമ്മുടെ ഫോഴ്സിൻ്റെ വാല്യൂ 9 ന്യൂട്ടൺ ആണ്. സോ ഈ ഒരു കോമ്പണൻ്റ് ആണിത് 9 cos 60 ഡിഗ്രി, ഇത് 9 sin 60 ഡിഗ്രി. ഓക്കെ, സോ നമുക്ക് എക്സ് ഡയറക്ഷൻ എന്ത് എഴുതാം, ലെഫ്റ്റ് ആണല്ലേ. ലെഫ്റ്റ് ആണെങ്കിൽ എന്താണ്, -9 cos 60 ഡിഗ്രിയും ഇത് ഈ ഒരു ഫോഴ്സ് താഴോട്ടേക്കല്ല ആക്ട് ചെയ്തത്, താഴോട്ടേക്കാണ് നമ്മൾ പഠിച്ചിട്ട് എന്താണ്, നെഗറ്റീവ് ആണല്ലേ. സോ -9 sin 60 ഡിഗ്രി. സോൾവ് ചെയ്യുമ്പോൾ -4.5ഉം അതുപോലെ -7.79 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ലാസ്റ്റ് ഫോഴ്സ് വരുന്നത് ഏതാണ്, 7 ന്യൂട്ടൺ അല്ലേ. 7 ന്യൂട്ടൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, FI ഇത് ഫിഗർ. 7 ന്യൂട്ടൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴോട്ടേക്കാണ്. ഇതിൻ്റെ കോമ്പണൻ്റ് വരക്കുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് നോക്കുക, ഒറിജിനിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനിലേക്ക്. സോ ഈ ആംഗിൾ 60 ഡിഗ്രി, ഇത് 7 cos 60, ഇത് 7 sin
60 ഡിഗ്രി. സോ നമുക്കിങ്ങനെ എഴുതാം, ഇതൊരു പോസിറ്റീവ് ഡയറക്ഷനല്ലേ പോകുന്നത്, എക്സ് കോമ്പണൻറ്റ്. സോ പോസിറ്റീവ് 7 cos 60 ഡിഗ്രിയും ഇത് -7 sin 60 ഡിഗ്രി വരും താഴോട്ടേക്കായതുകൊണ്ട്. സോ സോൾവ് ചെയ്താൽ നമുക്ക് 3.5ഉം അതുപോലെ -6.606 ആണ് എന്ത് F5 വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, സിഗ്മ Fx² + സിഗ്മ Fy² അല്ലേ. അപ്പോൾ നമുക്ക് സിഗ്മ Fx എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ നേരത്തെ എടുത്ത് ചെയ്ത ആ ഒരു സെക്ഷൻ തൊട്ടിട്ട് അപ് ടു ഈ ഒരു ലാസ്റ്റ് ഫോഴ്സ് വരെയുള്ള എഫക്ട്സിലെ കോളത്തിലെ എല്ലാ വാല്യൂസും ആഡ് ചെയ്യുക. അതായത് 1.5 -11 -4.5 3.5 ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് സിഗ്മ Fxൻ്റെ വാല്യൂ -6 കിട്ടും. അതുപോലെ സിഗ്മ Fy 2.59 + 0.866 -7.79 -6.06 ആഡ് ചെയ്താൽ F5ൻ്റെ വാല്യൂ -10.39 ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അത്രയും ന്യൂട്ടൺ. ഈ വാല്യൂ എന്ത് ചെയ്യുക, നമ്മുടെ റിസൾട്ടൻ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു √(-6² + -10.39² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 11.91 വരും. അറൗണ്ട് അത് 12 ന്യൂട്ടൺ ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ്. ദെൻ നമുക്ക് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. തീറ്റ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്, tan ഇൻവേഴ്സ് ഓഫ് സിഗ്മ Fy ഡിവൈഡഡ് ബൈ സിഗ്മ Fx അല്ലേ. സോ tan ഇൻവേഴ്സ് ഓഫ് Fyൻ്റെ വാല്യൂ എന്താണ്, -10.39 ഡിവൈഡഡ് ബൈ -6. സോൾവ് ചെയ്താൽ 59.99 വരും. അത് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കുന്നതാണ് 60 ഡിഗ്രി. സോ നമ്മുടെ ഡയറക്ഷനും നമ്മുടെ റിസൾട്ടിൻ്റെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഈ ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിസൾട്ടൻ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് 4 ഫോഴ്സസ് ഇസ് 5 kN directed towards right along x-axis. Find the force P and its direction phi. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫോഴ്സസ് തന്നിട്ടുണ്ട് അല്ലേ, 2 kN 5 kN, അതുപോലെ റിസൾട്ടൻ്റ് ഒരു 5 kN നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ സെക്ഷനിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കൊരു പി എന്നുള്ളൊരു അൺനോൺ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടോ. ഈ പി എന്നുള്ളൊരു അൺനോൺ ഫോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഡയറക്ഷൻ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഡയറക്ഷൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, tan ഇൻവേഴ്സ് ഓഫ് സിഗ്മ Fy ഡിവൈഡഡ് ബൈ സിഗ്മ Fx. സോ ഫസ്റ്റ് നമുക്ക് ഈ സിഗ്മ Fy സിഗ്മ Fx കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ പിയുടെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ആദ്യം നമുക്ക് സിഗ്മ Fx സോൾവ് ചെയ്യാം. ഇത് ടാബുലർ കോളം വരച്ചിട്ടും അല്ലാതെയും നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഫോഴ്സ് ഏതാണ്, 2 kN അല്ലേ. 2 kN എന്ന് പറയുമ്പോൾ അത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തത്, ക്വാഡ്രൻറ്റിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഇത് 2 kN ആണെങ്കിൽ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 cos 45 ഡിഗ്രി അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ എവിടെയാണോ വരുന്നത് അത് കോസ് കോമ്പണൻറ്റും അതിന് ഓപ്പോസിറ്റ് വരുന്നത് സൈൻ കോമ്പണൻ്റാണ് വരുന്നത്. സോ y ആക്സിസ് 2 sin 45 ഡിഗ്രി. സോ ഇനി നമുക്ക് എന്ത് Fx എന്ന് പറയുമ്പോൾ എന്താണ് വരിക, ഈ കോമ്പണൻറ്റ് മാത്രം സെലക്ട് ചെയ്യാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2 cos 45 ഡിഗ്രി. ഇതിൻ്റെ ഡയറക്ഷൻ കൂടി നോക്കണം. ഇത് പോസിറ്റീവ് ആയതിന് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ 2 cos 45 ഡിഗ്രി. ദെൻ അടുത്ത ഫോഴ്സ് ഏതാണ്, പി അല്ലേ. പി എന്നുള്ള ഫോഴ്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ നമുക്ക് 5 ആണ് തന്നിട്ടുള്ളത് അല്ലേ. കറക്റ്റ് വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, പി കോസ് 5 ആണ് എക്സ് കോമ്പണൻറ്റ്, പി സൈൻ 5 ആണ് ഇതിൻ്റെ വൈ കോമ്പണൻറ്റ് വരുന്നത്. ഓക്കെ, ദെൻ ഡയറക്ഷൻ നോക്ക്, ഇത് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, ലെഫ്റ്റ് ഭാഗത്തല്ലേ. ഒറിജിനൽ ലെഫ്റ്റിലേക്കാണെങ്കിൽ അതെന്താണ്, നെഗറ്റീവ് ആണ് വരിക. നമുക്കിവിടെ എക്സ് കോമ്പണൻറ്റ് മാത്രം സെലക്ട് ചെയ്യാം, പി കോസ് 5. ദെൻ നെക്സ്റ്റ് ഏതാണ് ഫോഴ്സ്, 5 kN അല്ലേ. 5 kN നമുക്ക് താഴോട്ടേക്കൊന്ന് വരുന്നുണ്ട്. സോ 5 kN താഴോട്ടേക്ക് എന്ന് പറയുമ്പം അതിനെ ഞാൻ കോമ്പണൻ്റ് ആക്കി മാറ്റുമ്പോൾ ഇത് താഴോട്ടേക്ക് വന്നു.
അതിൻ്റെ എക്സ് ആൻഡ് വൈ കോമ്പണൻറ്റ് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ ആംഗിൾ എവിടെയാണ്? ഈ ഒരു പോർഷനിൽ നമുക്ക് 20 ഡിഗ്രി. സോ ഈ ഒരു കോമ്പണൻറ്റ് 5 സൈൻ 20 ഡിഗ്രിയും ഇത് 5 കോസ് 20 ഡിഗ്രിയും വന്നു. ഓക്കെ, സോ ഇതിലെ എക്സ് കോമ്പണൻറ്റ് മാത്രം സെലക്ട് ചെയ്യുക. ഇത് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്, അതായത് നെഗറ്റീവാണ്. -5 കോസ് 20 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ വേറെ എക്സ് കോമ്പണൻ്റ് ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ സിഗ്മ എഫ് എക്സിൻ്റെ വാല്യൂസ് അങ്ങോട്ട് സോൾവ് ചെയ്യാം. സോ 2 cos 45 ഡിഗ്രി ചെയ്താൽ നമുക്ക് വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ -5 cos 20 ഡിഗ്രിയും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ വരും. -p വിച്ച് ഈസ് ഈക്വൽ ടു -p cos 5 -3.28 ഈക്വൽ ടു 5. നമുക്ക് ഇതൊരു ഇക്വേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇതിൽ നമുക്ക് p അറിയത്തില്ല, അതുപോലെ 5 അറിയത്തില്ല. സോ നമ്മളത് ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കാം. ദെൻ അടുത്ത എന്താണ്? സിഗ്മ എഫ് ഐ കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ എഫ് ഐ ഓൾറെഡി നമ്മളിവിടെ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതിൽ y കോമ്പണൻസ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് പ്ലസ് ഓർ മൈനസ് പ്രൊവൈഡ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ഫോഴ്സ് 2 kN. 2 kN y ഡയറക്ഷൻ വരുന്നത് എന്താണ്? അപ്വേർഡാണ്. അപ്വേർഡ് ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ്. സോ 2 sin 45 പ്ലസ് രണ്ടാമത് പി എന്നുള്ള ഫോഴ്സിൻ്റെ അപ്വേർഡ് വരുന്ന ഡയറക്ഷൻ എന്താണ്? p sin 5. ദെൻ അടുത്തത് 5 kN. അത് താഴോട്ടേക്കാണ് 5 sin 20 മൈനസ് താഴേക്കാകുമ്പോൾ മൈനസ് 5 sin 20 ഡിഗ്രി. ദെൻ മൈനസ് വേറെ ഏതെങ്കിലും ടേം ഉണ്ടോ ഇതിൽ? 5 sin ഡിഗ്രി വരെയല്ലേ വരുന്നുള്ളൂ. ദെൻ ഒരു ഫോഴ്സ് താഴോട്ടേക്ക് 2 എന്നുള്ള ഫോഴ്സ് വെർട്ടിക്കൽ ആക്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. -2 വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ? സമ്മേഷൻ ഈക്വൽ ടു 0 ആണ്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇതിൽ p sin 5ൻ്റെ വാല്യൂ നമുക്കറിയില്ല. ബാക്കി 2 sin 45ഉം 5 sin 20 ഡിഗ്രിയും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. സോ നമുക്കിത് ഫൈനലി സോൾവ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് ഐയുടെ വാല്യൂ p sin 5 ഈക്വൽ ടു 2.3 വരും. ഓക്കെ, അതുപോലെ സിഗ്മ എഫ് ഐൻ്റെ വാല്യൂ നമുക്ക് ഫൈനലി ഈക്വേഷൻ 1 ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ p cos 5 ഈക്വൽ ടു -8.23. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2ഉം ഇത് ഇക്വേഷൻ നമ്പർ 3യും കൊടുക്കാം. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ നമ്പർ 2ഉം അതുപോലെ ഇക്വേഷൻ നമ്പർ 3യും സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് p ഈസ് ഈക്വൽ ടു 8.59 kN അതുപോലെ 5 ഈസ് ഈക്വൽ ടു 15.52 ഡിഗ്രി വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി എന്താണ് ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് ഐ ബൈ സിഗ്മ എഫ് എക്സ് അപ്ലൈ ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്തു? നമുക്ക് അൺനോൺ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? 5p തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫൈനലൈസ് ആയിട്ട് ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 rollers each of weight 75 Newton are supported by an inclined plane and a vertical wall. Find the reaction at the point of contact A, B and C. Assume all the surface to be smooth. സോ നമുക്കിവിടെ 2 ബോൾസ് തന്നിട്ടുണ്ട്. ആ ബോൾസിന് വെയിറ്റ് എത്രയാണ്? അതായത് റോളേഴ്സാണ്. 75 Newton തന്നിട്ടുണ്ട് അല്ലേ? 2 ബോൾസിൻ്റെയും വെയിറ്റ് 75 Newton. ദെൻ ഈ ബോൾസ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് അല്ലേ? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്, അതായത് 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലെയിനിലാണ് ഈ 2 റോളേഴ്സും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ, ബി ആൻഡ് സി ഇവിടെ കൊടുത്തിരിക്കുന്ന 3 പോയിൻറ്റ്സിലുണ്ടാകുന്ന റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എ എന്നുള്ള പോയിന്റ് ഒരു വാളിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ വാളിൽ നിന്ന് ഈ ബോളിലേക്ക് ഉണ്ടാകുന്ന ഒരു ഫോഴ്സും, ദെൻ ബിന്ന് ആ ബോളിലേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ്, ദെൻ സിന്ന് ആ റോളറിലേക്ക് ഉണ്ടാകുന്ന ഫോഴ്സസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ സ്മൂത്ത് സർഫസ് ആണ് പറഞ്ഞത്. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അതെന്തിനാണ് ആ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്? ഫ്രിക്ഷൻ്റെ കേസ് ഡിനോട്ട് ചെയ്യാനാണ് അല്ലേ? അതായത് സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുമോ? ഇല്ല അല്ലേ? ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യില്ല സ്മൂത്ത് ആണെങ്കിൽ. നേരെ മറിച്ച് റഫ് ആകുമ്പോഴാണ് എന്ത്? ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്.
സോ ഞാൻ ആദ്യം ഫസ്റ്റ് റോളറിൻ്റെയും സെക്കൻഡ് റോളറിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. ഫസ്റ്റ് ബോൾ ഞാൻ ഇതും സെക്കൻഡ് ബോൾ ടോപ്പിലുള്ളതും കൺസിഡർ ചെയ്യാണ്. ഇതിൽ ബോൾ 2, അതായത് റോളർ 2ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് ഞാൻ ആദ്യം റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ബോൾ 2ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. അതിൽ ബോൾ ഞാൻ വരച്ചു. ദെൻ ആദ്യം നമുക്ക് ഇതിലേക്ക് വരുന്ന ഫോഴ്സ്, അതായത് ഇതിൻ്റെ വെയിറ്റ് മാർക്ക് എത്രയാണ്, 75 ന്യൂട്ടനാണ് ഇവിടെ വരുന്ന ഫസ്റ്റ് വെയിറ്റ്. അത് ഞാൻ മാർക്ക് ചെയ്തു. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് എവിടേക്കാണ് ഫോഴ്സസ് വരിക? സെക്കൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ബോൾ എവിടേക്കാണ് കോണ്ടാക്ട് വരുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സാണ് നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. സോ നോക്ക്, ബി എന്നുള്ള ഈ സെക്കൻഡ് പോയിന്റ് എടുക്കുന്ന സമയത്ത് ഈ രണ്ട് ബോളും കോണ്ടാക്ട് ഇവിടെ വരുന്നില്ലേ? അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് ഡി എന്നാണ് ക്വസ്റ്റ്യനിൽ തന്ന പോയിന്റ്. സോ ഞാനത് ഇൻക്ലൈൻഡ് ആയിട്ട് ആർ ഡി എന്ന് ഫോഴ്സ് മാർക്ക് ചെയ്തു. അതുപോലെ ഈ ഒരു പോയിന്റ് ബോളും താഴത്തെ സർഫസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്. ആ കോണ്ടാക്ട് എങ്ങനെയാണ്, ഇൻക്ലൈൻഡ് ആണ് വരിക അല്ലേ? നോർമലി നമ്മൾ ഒരു ഹോറിസോണ്ടൽ സർഫസ് ആണെങ്കിൽ അവിടെ വരുന്ന ഫോഴ്സിനെ പെർപെൻഡിക്കുലറായി മാർക്ക് ചെയ്താൽ മതി, സ്ട്രേറ്റ് ലൈനായിട്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, സർഫസ് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഇവിടെ വരുന്ന ഫോഴ്സ് എന്താണ്, ഇൻക്ലൈൻഡ് ആയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. സോ ഇത് സി എന്നുള്ള പോയിൻ്റാണ്, ഇത് ആർ സി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് ഓൾറെഡി 45 ഡിഗ്രിയാണ് ആംഗിൾ തന്നിട്ടുണ്ടല്ലേ ഈ ഓരോ പോയിന്റിലും. ഓരോ പോയിന്റ് എത്രയാണ്, ഈ ഒരു പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രിയാണ്. സോ നമ്മുടെ ആംഗിൾ എന്ത് വരും, 45 ഡിഗ്രി അല്ലേ? സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇൻക്ലൈൻഡ് ഫോഴ്സിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കോമ്പണൻസ് ആക്കി വേണ്ടേ സോൾവ് ഔട്ട് ചെയ്യാൻ. സോ തന്നിരിക്കുന്ന ഫോഴ്സിന് എന്ത് ചെയ്താൽ മതി, ഇതിനെ കോമ്പണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് ആർ സി, ആംഗിൾ ഇവിടെ 45 ഡിഗ്രി വരും. അതുപോലെ ഈ ആംഗിൾ 45 ഡിഗ്രി. അങ്ങനെ ഇത് ആർ സി 45 ഡിഗ്രി, ആർ സി കോസ് 45 ഡിഗ്രി. ഓക്കെ, ദെൻ ഇവിടെ ആർ ഡിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുമ്പോൾ ഇത് ആർ ഡി സൈൻ 45 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് ആർ ഡി കോസ് 45 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എവിടെയാണ് വരുന്നത്, അത് കോസ് കോമ്പണൻറ്റും അല്ലാതെ സൈൻ കോമ്പണൻ്റാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇനി എങ്ങനെയാണ് സോൾവ് ചെയ്യുക, നമ്മൾ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐൻ്റെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എലോങ് എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു 0 കൊടുക്കാം. അതുപോലെ സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാലോ വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ആഡ് ചെയ്യുക ഈക്വൽ ടു 0. പിന്നെ എന്ത് ശ്രദ്ധിക്കണം, അപ്വേർഡുള്ള ഫോഴ്സ് പോസിറ്റീവും ഡൗൺവേർഡുള്ള ഫോഴ്സ് നെഗറ്റീവ്. അതുപോലെ ഈ ഭാഗത്തുള്ളത് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് നെഗറ്റീവ്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ ആദ്യം സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 ഈ രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക്. സോ ഞാൻ ആദ്യം സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എഴുതാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്താണ് വരുന്ന ഫോഴ്സസ്, എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് നോക്കാം. ഒന്ന് ആർ ഡി കോസ് 45 ഡിഗ്രി അല്ലേ? അപ്പോൾ ആർ ഡി കോസ് 45 ഡിഗ്രി, അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, പോസിറ്റീവാണ് അല്ലേ? മൈനസ് ആർ സി സൈൻ 45, അത് എവിടെയാണ്, ലെഫ്റ്റിലേക്കാണ്, സോ ഇറ്റ് ഇസ് നെഗറ്റീവ്. സി സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു 0. ദെൻ നമുക്ക് ഇതിനകത്ത് മാറ്റി എഴുതാം. ആർ ഡി ഈസ് ഈക്വൽ ടു ആർ സി സൈൻ 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ എന്ത് എഴുതാം, കോസ് 45. ഓക്കെ, ദെൻ സൈൻ ബൈ കോസ് എന്താണ്, ടാൻ ആണ് അല്ലേ? അപ്പോൾ ആർ ഡി ഈസ് ഈക്വൽ ടു ആർ സി ടാൻ 45 ഡിഗ്രി. ആർ ഡി ഈസ് ഈക്വൽ ടു ടാൻ 45ൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. സോ ആർ ഡി ഈക്വൽ ടു എന്തോന്നു, ആർ സി. സോ ഒരു കണ്ടീഷൻ നമുക്ക് ആർ ഡി ഈക്വൽ ടു ആർ സി എന്നാണ് സിഗ്മ എഫ് എക്സ് എന്ന് കിട്ടിയത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണം, സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0. ഓക്കെ, സിഗ്മ എഫ് ഐ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫോഴ്സാണ്, ഒന്ന് ആർ ഡി സൈൻ 45ഉം രണ്ടാമത് ആർ സി കോസ് 45, രണ്ട് അപ്വേർഡാണ്, സോ പോസിറ്റീവാണ്. ദെൻ ഈ വെയിറ്റ് -75 കൂടി കൺസിഡർ ചെയ്യാം. സോ സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആർ ഡി സൈൻ 45 പ്ലസ് ആർ സി കോസ് 45 -75 ഈക്വൽ ടു 0 വന്നു.
നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ഫ്രം സിഗ്മ എഫ് എക്സ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഈക്വൽ ടു 0. എന്താണ് കണ്ടീഷൻ കിട്ടിയത്, ആർ ഡി ഈക്വൽ ടു ആർ സി ആണ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിവിടെയൊക്കെ നമുക്ക് ആർ ഡിക്ക് പകരം എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു വാല്യൂവിന് ആർ സിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ സോ ആർ സി സൈൻ 45 പ്ലസ് ആർ സി കോസ് 45 മൈനസ് 75 ഈക്വൽ ടു 0. എന്തിനാണ് നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, നമുക്ക് സെയിം വാല്യൂസ് സെയിം വേരിയബിൾ ആകുമ്പോഴാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. സോ ആർ ഡിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ആർ സി മാറ്റി എഴുതി. ദെൻ ഇത് ആഡ് ചെയ്യുക, കോമൺ ടേം ആർ സി പുറത്ത് വയ്ക്കുക. ദെൻ സൈൻ 45 വരും, പ്ലസ് ഈ ടേം ആർ സി പുറത്ത് വെച്ചാൽ ബാക്കി കോസ് 45 മൈനസ് 75 ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും, ആർ സിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. ആർ സി ഈക്വൽ ടു 75 ഡിവൈഡഡ് ബൈ സൈൻ 45 പ്ലസ് കോസ് 45. സോൾവ് ചെയ്യുക നമുക്ക് ആർ സിൻ്റെ വാല്യൂ ഇവിടുന്ന് കിട്ടി 53.03 ന്യൂട്ടനാണ് ഇവിടുത്തെ വാല്യൂ. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ഏതൊക്കെ പോയിന്റിലെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ആർ സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് എന്ത് വേണം, ഫസ്റ്റ് ബോളിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് അവിടെ നമ്മൾ ഇതേപോലെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് റോളർ എടുക്കുന്നതാണെങ്കിൽ അവിടെ നമുക്കൊരു വെയിറ്റ് 75 ന്യൂട്ടൺ താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വാളിൽ നിന്നൊരു ഫോഴ്സ് ആർ എ എന്നുള്ള ഫോഴ്സ് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ആർ ബി എന്ന് പറയുന്നത് നമ്മുടെ ബോളും ഇൻക്ലൈൻഡ് സർഫസ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ആംഗിള്, ഫോഴ്സ്. ദെൻ ആർ ഡി, രണ്ട് ബോളിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നൊരു റിയാക്ഷൻ വരുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ ആർ ഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ദെൻ ഇനി നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യാം. ഓക്കെ, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ എന്ത് വരും, ആർ എ മൈനസ് ആർ ഡി കോസ് 45 വരും അല്ലേ. മൈനസ് ആർ ഡി കോസ് 45 ഡിഗ്രി മൈനസ് ആർ ബി സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് ആർ ഐൻ്റെ വാല്യൂ ആർ ബിൻ്റെ വാല്യൂ അറിയില്ല, ആർ ഡിൻ്റെ വാല്യൂ അറിയാം അല്ലേ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ എ മൈനസ് 53.03 കോസ് 45 ഡിഗ്രി മൈനസ് ആർ ബി സൈൻ 45 ഈക്വൽ ടു 0. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ദെൻ ഇതിൽ ആർ ബി അറിയത്തില്ല, സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യും. സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുമ്പോഴോ താഴോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, ഏതാണ്, നെഗറ്റീവ് 75ൻ്റെ ഒരു ഫോഴ്സ് പ്ലസ് ആർ ബി കോസ് 45 ഡിഗ്രീൻ്റെ ഒരു ഫോഴ്സ് വരുന്നുണ്ട് അല്ലേ. ഈക്വൽ ദെൻ മൈനസ് ആർ ഡി, ഇവിടെ നമുക്കൊരു ആർ ഡിൻ്റെ ഫോഴ്സ് ഉണ്ട്, അതിനെ പൈ കോമണിലേക്ക് എടുക്കുമ്പോൾ മൈനസ് ആർ ഡി സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ നമുക്ക് ആർ ഡിൻ്റെ വാല്യൂ വരാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് 75 പ്ലസ് ആർ ബി കോസ് 45 ഡിഗ്രി മൈനസ് ആർ ഡിൻ്റെ വാല്യൂ എത്രയാണ്, നമുക്ക് ഓൾറെഡി 53.03 കിട്ടിയിട്ടുണ്ട് അല്ലേ. 53.03 ന്യൂട്ടൺ കിട്ടിയിട്ടുണ്ട്, ഈക്വൽ ടു 0. ഇനി ഇതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം, ആർ ബി സോൾവ് ചെയ്യാലോ. ദാറ്റ് ഇംപ്ലൈസ് ആർ ബി ഈസ് ഈക്വൽ ടു ആർ ബി കോസ് 45 ഡിഗ്രി ഈക്വൽ ടു 53.03 പ്ലസ് 75. ആർ ബി ഈസ് ഈക്വൽ ടു 53.03 പ്ലസ് 75 ഡിവൈഡഡ് ബൈ കോസ് 45. ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആരെ കിട്ടി, ആർ ബിൻ്റെ വാല്യൂ കിട്ടി. ദെൻ ഈ ആർ ബിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ആരെ കിട്ടും, ആർ എ വാല്യൂ ഇവിടുന്ന് ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ആൻസർ സോൾവ് ഔട്ട് ചെയ്ത് നോക്കണം. Next question, a rock 9 meter long is connected at A and B, 2 points on the same level, 8 meter apart. A load of 300 Newton is suspended from point C on the rock, pressure 3 meter from A. What load connected to a point D on the rock 2 meter from B is necessary to keep the portion CD parallel to AB? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ഇതിൽ നമുക്ക് റോപ്പിൻ്റെ ലെങ്ത്ത് 9 മീറ്ററാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പക്ഷേ ഈ റോപ്പിന് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എ ബി എന്നുള്ള 2 പോയിൻറ്റ്സ്, അതായത് ഇത് എ എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യാം,
ദെൻ ദിസ് ഇസ് ബി. അപ്പോൾ സോ എ ബി എന്നുള്ള രണ്ട് പോയിൻറ്റ്സ്, ആ പോയിൻറ്റ്സിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ആണ് 8 മീറ്റർ തന്നിരിക്കുന്നത്. സ്ട്രിങ്ങിൻ്റെ രണ്ട് എൻഡ് എ ബിയിൽ കണക്ട് ചെയ്തു. ദെൻ സി എന്നുള്ള പോയിന്റ്, അതായത് എ എന്നുള്ള പോയിന്റ് കഴിഞ്ഞ് 3 മീറ്റർ കഴിഞ്ഞിട്ട് ആണ് സി എന്നുള്ള ഒരു പോയിന്റ്. അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു വെയിറ്റ് 300 ന്യൂട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബി എന്നുള്ള പോയിന്റിൽ നിന്ന് 2 മീറ്റർ കഴിഞ്ഞിട്ട് ഡി എന്നുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അവിടെ നമുക്കൊരു വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ ആ വെയിറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ ഈ വെയിറ്റ് എത്രയാണ്, അതായത് ഡബ്ല്യു എന്നുള്ള വെയിറ്റ് എത്രയാണെന്ന് അനുസരിച്ചിട്ടാണ് എന്ത് സി ഡി എന്നുള്ള ലൈനും അതുപോലെ എ ബി എന്നുള്ള ലൈനും പാരലായി കിടക്കണം. നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് കോസ് ചെയ്യുന്നത് എന്താണ്? സി ഡിയും എ ബി എന്തായിരിക്കും? പാരലായി വരുന്ന രീതിയിലായിരിക്കണം. സോ നമുക്ക് ആദ്യം ഡബ്ല്യു എന്നുള്ള വെയിറ്റും അതുപോലെ ഈ ടെൻസൈൽ ഫോഴ്സസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ലാമിസ് തിയറം വേണം അപ്ലൈ ചെയ്യാൻ. എന്തുകൊണ്ടാണ് ലാമിസ് തിയറം? നമുക്ക് സി അതുപോലെ ഡി എന്നുള്ള രണ്ട് കോമൺ പോയിന്റ്സ് ഉണ്ട് അല്ലേ, സിയും ഡിയും. ഈ രണ്ട് കോമൺ പോയിന്റ്സിൽ വന്നിരിക്കുന്ന ഫോഴ്സസിൻ്റെ നമ്പേഴ്സ് എത്രയാണ്? 3 ആണ് അല്ലേ. അതിൽ സി എന്നുള്ള പോയിന്റിൽ നമുക്ക് ഒരു ഫോഴ്സിൻ്റെ വാല്യൂ അറിയാം, ബാക്കി രണ്ട് സ്ട്രിങ്ങിലെ ഫോഴ്സും കൂടി കണ്ടുപിടിച്ചാൽ പോരെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഞാൻ സി എന്നുള്ള പോയിന്റിൽ ഡയഗ്രാം വരയ്ക്കുകയാണ്. സിന്ന് ഡിയിലേക്കുള്ള സ്ട്രിങ്ങിൻ്റെ ഫോഴ്സ് സി ഡി ആയിട്ടും താഴോട്ടേക്കുള്ള ഫോഴ്സ് 300 ന്യൂട്ടൺ ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ സിന്ന് എയിലേക്കുള്ള ഫോഴ്സ് സി എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ ബിറ്റ്വീൻ ഈ 3 ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം സി ഡി 300ൻ്റെ ഫോഴ്സിൻ്റെ ആംഗിൾ എത്രയാണ്? ഇൻ ബിറ്റ്വീൻ 90 ഡിഗ്രിയാണ്. ദെൻ സി എ സി ഡി എന്നുള്ള ലൈനിൻ്റെ ആംഗിൾ നമുക്കറിയോ? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ആ ആംഗിൾ കണ്ടുപിടിക്കാം. ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ഡയഗ്രാം പറയാൻ വിട്ടുപോയി. ചില സമയത്ത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ഡയഗ്രാം ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ എന്ത് വേണം? ഈ ഡയഗ്രാം ക്വസ്റ്റ്യന് ബേസ് ചെയ്തിട്ട് വരച്ചെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ ആംഗിൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയാം. എ സി ഡി ബി എന്നുള്ള പോർഷൻ കൺസിഡർ ചെയ്യുക. ഇതിനെ നമ്മൾ 2 ട്രയാങ്കിൾസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, 2 ട്രയാങ്കിൾസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ദെൻ നമുക്ക് ഇവിടുത്തെ ആംഗിൾ മാർക്ക് ചെയ്യാം. ഇതാണ് ആംഗിൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ തീറ്റ. നമുക്ക് ഈ സ്ലാൻഡഡ് ഹൈറ്റ് 3 മീറ്റർ ആണ് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഈ വേർട്ടിക്കൽ ഹൈറ്റും അതുപോലെ എന്ന് ഈ ഒരു പോയിന്റ് ഞാൻ ഇ ആയിട്ട് മാർക്ക് ചെയ്യാം. ദെൻ ദിസ് പോയിന്റ് എഫ് ആയിട്ട്. ഓക്കെ, നമുക്ക് എ ഇ എന്നുള്ള ഈ ഒരു പോയിന്റ് ഡിസ്റ്റൻസ് അറിയോ? ഇല്ല. സോ ഞാൻ എന്താ ചെയ്യും? ഈ ഒരു പോയിന്റ് ഞാൻ എക്സ് ആയിട്ട് മാർക്ക് ചെയ്തു. അതുപോലെ ഈ എഫ് എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സി ഡി എന്നുള്ളത് 4 മീറ്റർ ആണെങ്കിൽ ഇ എഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4 മീറ്റർ അല്ലേ വരിക? 4 മീറ്റർ. ദെൻ ബാക്കിയുള്ള ഈ ഒരു എഫ് ബി എന്നുള്ള ഡിസ്റ്റൻസോ 8 ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ 4ഉം സ്റ്റാർട്ടിങ്ങിൽ എക്സ്. അപ്പോൾ 8 മൈനസ് 4 പ്ലസ് എക്സ്, അതായത് 4 മൈനസ് എക്സ് ആണ് എന്ത്? നമുക്ക് ഈ ലാസ്റ്റിൻ്റെ ഡിസ്റ്റൻസ്, എഫ് ബിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, ദെൻ ആംഗിൾ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഈ ഹൈറ്റ് രണ്ടിൻ്റെയും വൈ ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ 2 ട്രയാങ്കിളിൻ്റെയും ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. അതായത് ഹൈപ്പോട്ടനസ് തിയറം വെച്ചുള്ള ഒരു ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഫോം ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? നമുക്ക് എ ഇ എന്നുള്ള ഡിസ്റ്റൻസ് അറിയണം, അല്ലെങ്കിൽ എഫ് ബി എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയാണ് എന്ത് ഈ ഒരു ഫോർമാറ്റിൽ പ്രോബ്ലം സോൾവ് ഔട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? y സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെയാണ് എഴുതിയത്. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ എന്ത് വരും? y സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെയും സെക്കൻഡ് ട്രയാങ്കിളിനെയും ബേസ് ചെയ്തിട്ട് y ഈസ് ഈക്വൽ ടു എന്നുള്ള കോമൺ ഇക്വേഷനെ മാറ്റി എഴുതി. ഇനി ഇതിന് എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡ് എന്താണ്? ഈക്വൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ എത്രയാണ്? 4 മൈനസ് ഈ 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അതിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോർമാറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പാടില്ല? സ്ക്വയർ കൊടുത്ത് എഴുതാൻ പാടില്ല. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 സ്ക്വയർ 16 മൈനസ് 2
ഇൻറ്റു 4 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. 3 സ്ക്വയർ 9 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് 16 മൈനസ് 2 4 8 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നിങ്ങൾ സോൾവ് ഔട്ട് ചെയ്യുക. ഇതിലുള്ള മൈനസ് എക്സ് സ്ക്വയറും അതുപോലെ പ്ലസ് എക്സ് സ്ക്വയർ എന്താകും? ക്യാൻസൽ ആവും അല്ലേ? ദെൻ ഒരു എക്സ് ടേം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു 2.625 മീറ്റർ കിട്ടും. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് 2.625 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി വരുന്ന എഫ് ബി എന്നുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി? 4 മൈനസ് എക്സിൽ സോൾവ് ഔട്ട് ചെയ്താൽ പോരെ? ഓക്കെ, സോ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് ലഭിച്ചു. ഇനി എന്ത് വേണം? ഈ ഡിസ്റ്റൻസ് 2.65 ആണെന്ന് അറിയാം, 625 ആണെന്ന് അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് എക്സ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 2.625/3 എടുത്ത് എഴുതാം. ഓക്കെ, ഇതിൻ്റെ സെക്ഷൻ ഞാൻ നെക്സ്റ്റ് പേജിലാണ് എഴുതുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി തീറ്റ, അതായത് സൈൻ തീറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഗിവൺ വാല്യൂസിന് കറസ്പോണ്ടിങ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 2.625 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് 0.875 ആണ് ആംഗിൾ വരുന്നത്. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എടുക്കുമ്പോൾ 61.04 ഡിഗ്രി വരും. ഓക്കെ, സോ ഈ ഒരു ആംഗിൾ നമുക്ക് 61.04 വന്നു. അതുപോലെ നെക്സ്റ്റ് ആംഗിൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടും സെയിം ആയിരിക്കില്ല. കാരണം എന്താണ്? ഇതിൻ്റെ ഈ രണ്ട് ഹൈറ്റ് എന്താണ്? സ്ലാൻഡിങ് ആയിട്ടുള്ളത് ഡിഫറെൻ്റ് ആണ് അല്ലേ? സോ അവിടുത്തെ ആംഗിൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇത് നമുക്ക് സൈൻ 5 എന്ന് കൊടുക്കാം. 5 എന്ന് മാർക്ക് ചെയ്യുക. സൈൻ 5 ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സിൻ്റെ വാല്യൂ 2.625/2. സോൾവ് ചെയ്താൽ 0.6875. ഇത് സൈൻ 5ൻ്റെ വാല്യൂ ആണ്. ദെർഫോർ 5 ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് ചെയ്യുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 43.63 ആണ് ആംഗിൾ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആംഗിൾ എടുത്താലും അതുപോലെ ഈ ഒരു പോർഷനിൽ ആംഗിൾ എടുത്താലും നമുക്ക് പ്രോബ്ലം സോൾവ് ഔട്ട് ചെയ്യാം. ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ കോസ്റ്റ് കോമ്പണൻ്റ് ആണ് എടുക്കേണ്ടത്. താഴത്തെ ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ നമ്മൾ സൈൻ കോമ്പണൻ്റ് വെച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ ഓൾറെഡി ഈ രണ്ട് ആംഗിൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഓരോ കോമ്പണൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൾറെഡി സി എന്നുള്ള പോയിൻ്റാണ് എടുത്തത്. അവിടെ നമുക്ക് 300 ന്യൂട്ടൺ എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു. ഈ ഭാഗത്തേക്ക് നമുക്ക് സി ഡി എന്നുള്ളൊരു ഫോഴ്സും അതുപോലെ ഇവിടെ എ സി എന്നുള്ള ഫോഴ്സ് അല്ലേ? ഇത് 90 ഡിഗ്രിയാണ്. ദെൻ ഈ ഒരു ആംഗിളാണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 61.04 കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 90 അല്ലേ? സോ ഓവറോൾ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? 61 പ്ലസ് ഹോൾ ആംഗിൾ ആഡ് ചെയ്യാം. 61 പ്ലസ് ഹോൾ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താ വരിക? 151.04 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ അല്ലേ? ദെൻ ബാക്കി വരുന്ന ഈ ഒരു ആംഗിൾ എത്ര വരും? 360 ഡിഗ്രിന്ന് 151.04ഉം അതുപോലെ 90 കൂടി മൈനസ് ചെയ്തെടുക്കാം. സോ ഈ ഒരു ആംഗിൾ നമുക്ക് 118.96 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, ദെൻ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ 3 ഫോഴ്സസും ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ്, രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ എടുക്കുക. എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്യാം ഓരോന്നായിട്ട്. നമുക്ക് അറിയുന്ന ഫോഴ്സായിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടും. അതായത് 300 ബൈ ലാമിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 300 ബൈ സൈൻ ഓഫ് 151.04 ഈക്വൽ ടു AC ഡിവൈഡഡ് ബൈ സൈൻ 90 ഈക്വൽ ടു CD ഡിവൈഡഡ് ബൈ സൈൻ 118.90. ഇനി ഇതിൽ നമുക്ക് ഓൾറെഡി 300 ഫോഴ്സ് ആണ് അറിയാം. ഈ രണ്ടും കൂടി എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് AC എന്നുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതിൽ നിന്ന് AC നമുക്ക് വേണമെങ്കിൽ ഇത് TAC എന്ന് ഡിനോട്ട് ചെയ്യാം. ടെൻസൈൽ ഫോഴ്സ് അറ്റ് AC, TAC ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? TAC ഈസ് ഈക്വൽ ടു
300 into sin 90 divided by sin 151.04. കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് വാല്യൂ 619.58 ന്യൂട്ടൺ വരും. ദെൻ നമുക്ക് 300 ബൈ സൈൻ 151.04ഉം സി ഡിയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. സി ഡിയും തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ സി ഡിൻ്റെ വാല്യൂ ടി സി ഡി ഈക്വൽ ടു 542.11 വരും. അത്രയും ന്യൂട്ടൺ ആണ് ടി സി ഡിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടി എ സിയും സി ഡിയുടെ വാല്യൂ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ ഇവിടുന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം, പോയിന്റ് ഡി കൺസിഡർ ചെയ്യാം. പോയിന്റ് ഡി കൺസിഡർ ചെയ്യുമ്പം ഡി എന്നുള്ള പോയിന്റ് നമുക്കൊരു ഡബ്ല്യു എന്നുള്ള ഫോഴ്സ് ഉണ്ട്. അതുപോലെ ഡിന്ന് ബിയിലേക്ക് ടി ഡി ബി എന്നുള്ളൊരു ഫോഴ്സ്, ദെൻ ബിന്ന് ഡിന്ന് നമുക്ക് ടി ഡി സി എന്നുള്ളൊരു ഫോഴ്സും വരുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു ആംഗിൾ ടി ഡി സിയും ഡബ്ല്യു നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ദെൻ നമുക്ക് എന്താണ് ആവശ്യം, ഈ ഒരു ആംഗിൾ ടോട്ടൽ ആംഗിൾ നമുക്ക് വേണം അല്ലേ. സോ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ആംഗിൾ എത്രയാണ്, 43.43 അല്ലേ, 43.43 ഡിഗ്രിയാണ് അല്ലേ. ഇത് എത്രയാണ്, 90 ഡിഗ്രി. സോ ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്ത് വരും, 90 ഡിഗ്രി പ്ലസ് 43.43. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 133.43 ആണെന്ത്, ടി ഡി സിൻ്റെയും ടി ഡി ബിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ. ദെൻ ഈ ഒരു ആംഗിൾ എന്ത് വരും, 360 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യുക 133.43യും അതുപോലെ 90യും മൈനസ് ചെയ്യുക. ഓക്കെ, അതായത് 136.57 ആണിത് ഈ ഒരു ചെറിയ ആംഗിൾ വരുന്നത്. ഇവിടെ ടി ഡി സി എന്നുള്ള വാല്യൂവും ടി സി ഡിയും എന്താണ്, ഈക്വൽ ആണ്. സോ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെക്ഷനിൽ ടി സി ഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ലാമിസ് തിയറം നമുക്ക് എങ്ങനെ എഴുതാം, ഡബ്ല്യു ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 133.43 ഈക്വൽ ടു ടി ഡി ബി ഡിവൈഡഡ് ബൈ സൈൻ 90 ഈക്വൽ ടു ടി ഡി സി ഡിവൈഡഡ് ബൈ സൈൻ 136.57. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ടി ടി സിൻ്റെ വാല്യൂ നമുക്കറിയാലോ എത്രയാണ്, ടി ഡി സി ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 542.11 ആണ് ടി ഡി സിൻ്റെ വാല്യൂ. ദെൻ ഈ ഡബ്ല്യുവിൻ്റെ വാല്യൂ ഇക്വേഷനും ടി ഡി സിൻ്റെ ഇക്വേഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അതായത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്ത് വരും, 542.11 ഇൻറ്റു സൈൻ 133.43 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ 136.57. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്ര വരും, 572.66 ന്യൂട്ടൺ വരും. ഓക്കെ, അതുപോലെ ടി ഡി ബിയും ഇതും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ടി ഡി ബിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടി ഡി ബി ഈസ് ഈക്വൽ ടു 542.11 ഇൻറ്റു സൈൻ 90 ഡിവൈഡഡ് ബൈ സൈൻ 136.57. ഓക്കെ, സോ ടി ഡി ബിൻ്റെ വാല്യൂ നമുക്ക് ടി ഡി ബി ഈസ് ഈക്വൽ ടു 788.56 ന്യൂട്ടൺ വരും. ഓക്കെ, ഇതാണ് ഇവിടെ ഈ ഒരു റോപ്പിൽ ആക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്തിരിക്കുന്ന ടെൻസൈൽ ഫോഴ്സസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം ഓഫ് connected flexible cables shown in figure 4 is supporting two loads of 550 Newton and 600 Newton at B and D respectively. Determine the tension in the various segments of the cable. So നമുക്കിവിടെ ഒരു ഫ്ലെക്സിബിൾ കേബിൾസ് അതിൻ്റെ രണ്ട് പോയിൻറ്റ്സ് ബി ഡി എന്നുള്ള രണ്ട് പോയിൻറ്റ്സിൽ നമുക്ക് രണ്ട് വെയ്റ്റ്സ് 550 ന്യൂട്ടൻ്റെയും 600 ന്യൂട്ടൻ്റെയും വെയ്റ്റ്സ് ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രിങ്സിൽ, അതായത് എ ബി ബി സി ബി ഡി ആൻഡ് ഡി ഇ ഇതൊക്കെ എന്താണ്, സ്ട്രിങ്സ് ആണ്. ഇതിൽ വരുന്ന ടെൻസൈൽ ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് യൂസ് ചെയ്താൽ മതി, ലാമിസ് തിയറം അപ്ലൈ ചെയ്താൽ പോരെ അല്ലേ. അറ്റ് എ ടൈം ഒരു പോയിന്റിൽ 3 ഫോഴ്സസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വെച്ച് സോൾവ് ചെയ്യാം, ലാമിസ് തിയറം വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ആദ്യം 600 എന്നുള്ളൊരു പോയിൻ്റാണ് എടുക്കുന്നത്, ഡി. ഓക്കെ, ഈ 550 എന്നുള്ള പോയിന്റ് വെയ്റ്റിൻ്റെ കേസ് എടുക്കുന്നതാണ്. ബി എന്നുള്ള പോയിന്റിൽ എത്ര സ്ട്രിങ്സ് ഉണ്ട്, 4 സ്ട്രിങ്സ്
3 സ്ട്രിങ് പ്ലസ് ഒരു വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? ലാമീസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഡി എന്നുള്ള പോയിന്റ് എടുത്തു. അവിടെ ഓൾറെഡി എന്താണ് 2 സ്ട്രിങ്ങും ഓൾറെഡി അറിയുന്ന മൂന്നാമത്തെ ഫോഴ്സ് 600 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ലാമീസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ലാമീസ് തിയറം വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. സോ നമ്മൾ ഡി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്തു. ഡി എന്നുള്ള പോയിന്റ് വരുന്ന ഫോഴ്സസിനെ മാർക്ക് ചെയ്യുക ആദ്യം. താഴോട്ടേക്ക് 600 ന്യൂട്ടൻ്റെ ഒരു ഫോഴ്സ്. ഇവിടെ സ്ട്രിങ് ഡി ഇ ആണ്, ഈ ഒരു സ്ട്രിങ് ഡി ബി. ഓക്കെ, നമുക്കിനി ആംഗിൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ഓൾറെഡി എത്രയാണ്? ഈ ഒരു പോയിന്റിൽ 45 ഡിഗ്രിയാണ് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ബാക്കി ആംഗിൾ എത്രയാണ് വരിക? 180 ആ ഒരു 45 ഡിഗ്രി മൈനസ് ചെയ്യുക. സോ 135 ഡിഗ്രി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആംഗിൾ എന്ത് വരും? ഈ ഒരു ആംഗിൾ എത്രയാണ് വരുന്നത്? ഓൾറെഡി നമുക്ക് ഈ ഒരു പോർഷനിലെ ആംഗിൾ 60 ആണ് തന്നിട്ടുണ്ടല്ലേ. ഇത് 60 ആണെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ്, അതായത് ഈ ഒരു ആംഗിൾ എന്താണ് വരിക? ഈ ഒരു കോർണറിൽ ഇതും 60 ഡിഗ്രി. അപ്പോൾ ഹോൾ ടോട്ടൽ ഇത് 105 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ബാക്കി വരുന്ന ഈ ഒരു ആംഗിൾ എന്താണ് വരിക? ടോട്ടൽ 360 ബാക്കി 2 ആംഗിൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടി ഡയഗ്രാം മാറ്റി വരക്കാം. കംപ്ലീറ്റ് ആംഗിൾസ് വരുന്നത് 600 ന്യൂട്ടൺ. ഇവിടെ നമുക്ക് ഡി ഇ എന്നുള്ള ഫോഴ്സ്, ഈ ഒരു പോയിന്റിൽ നമുക്ക് ഡി ബി എന്നുള്ളൊരു പോയിന്റ്. ഓക്കെ, ഇവിടെ ആംഗിൾ വന്നിരിക്കുന്നത് 135 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 120, ദെൻ ഇത് 105 ഡിഗ്രി. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ലാമീസ് തിയറം, പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 600 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? 600 എന്നുള്ള ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? 105. അപ്പോൾ 600 ഡിവൈഡഡ് ബൈ സൈൻ 105 ഡിഗ്രി ഈക്വൽ ടു നെക്സ്റ്റ് ഫോഴ്സ് എന്താണ്? ഡി ഇ എന്ന് മാർക്ക് ചെയ്തു. ഡി ഇ ഡിവൈഡഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? ഈ ലൈനിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ വരുന്നത് എന്താണ്? 120 ഡിഗ്രി അല്ലേ ആംഗിൾ? സൈൻ 120 ഡിഗ്രി ഈക്വൽ ടു ഡി ബി ഡിവൈഡഡ് ബൈ സൈൻ 135 ഡിഗ്രി. ഓക്കെ, ഇതിന് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ആദ്യം 600ൻ്റെ പെയറും ഡി ഇൻ്റെ പെയർ എടുത്ത് സോൾവ് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് ഡി ഇ ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു സൈൻ 120 ഡിവൈഡഡ് ബൈ സൈൻ 105. സോൾവ് ചെയ്താൽ നമുക്ക് 439.23 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ഡി ബി കണ്ടുപിടിക്കണം. ഡി ബി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഐദർ ഡി ഇയും ഡി ബി ഇക്വേറ്റ് ചെയ്യാം. ഓൾറെഡി നമുക്ക് ഡി ഇ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയല്ലോ. അല്ലെങ്കിൽ ഫസ്റ്റും തേർഡും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത ആൻസർ നമുക്ക് കറക്റ്റ് വരും. സോ നെക്സ്റ്റ് ടേം ഞാൻ ഇക്വേറ്റ് ചെയ്യാണ്. ടി ഡി ഇ ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു സൈൻ 120 ഡിവൈഡഡ് ബൈ സൈൻ 105. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ടി ഡി ഇൻ്റെ വാല്യൂ 537.95 ന്യൂട്ടൺ വരും. ഓക്കെ, ദെൻ നമുക്ക് ആദ്യത്തെ പോയിന്റിൽ ബി എന്നുള്ള പോയിന്റിൽ ഫോഴ്സസ് കണ്ടുപിടിക്കണം. ഓൾറെഡി ആ ഒരു സെക്ഷൻ ഇവിടെ മാറ്റി വരയ്ക്കുകയാണ്. ദിസ് ഇസ് എ. ബിയിൽ നമുക്കൊരു 550ൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻക്ലൈൻ ചെയ്തിട്ട് സി എന്നുള്ളൊരു പോയിൻ്റാണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളത്. ദെൻ ദിസ് ഇസ് ഡി പി. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു സെക്ഷൻ സോൾവ് ചെയ്യാം. അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണ്. ബിന്ന് എയിലേക്ക് തന്നെ ഒരു സ്ട്രിങ്ങിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഞാനത് ആദ്യം ടി ബി എ എന്ന് മാർക്ക് ചെയ്തു. ദെൻ ബിന്ന് സിയിലേക്ക് ഒരു സ്ട്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഫോഴ്സ് ഞാൻ ടി ബി സി എന്ന് മാർക്ക് ചെയ്തു. ദെൻ താഴോട്ടേക്ക് ആ ഒരു പോയിന്റ് നമുക്ക് 550 എന്നുള്ളൊരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. 550 എന്ന് മാർക്ക് ചെയ്തു. അതൊരു ബി ഡി. ഓൾറെഡി നമ്മൾ സെക്ഷൻ ഡി സോൾവ് ചെയ്ത സമയത്ത് ഡി ബിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത് അതാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. അതായത് ടി ബി ഡി എന്ന് പറയുന്നത് ടി ഡി ബിക്ക് ഈക്വലാണ്. ടി എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ടെൻസൈൽ ഫോഴ്സ് മാർക്ക് ചെയ്തതാണ് ഞാൻ. ടി ബി ഡി ഓർ
ടി ഡി ബി എന്നാണ് വാല്യൂ. നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഓൾറെഡി ആംഗിൾസ് തന്നിട്ടില്ലേ. ഈ ഒരു ബി സി എന്നുള്ള സ്ട്രിങ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് എത്രയാണ്, 30 ഡിഗ്രിയിലാണ് അല്ലേ. സോ ഈ ഒരു ആംഗിൾ നമുക്ക് 30 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ ഈ ഒരു ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ഈ ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന ഫോഴ്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഈ ടി ബി ഡിനെ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, എക്സ് കോമ്പണൻറ്റ് അതുപോലെ വൈ കോമ്പണൻ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ദ ടി ബി ഡി സൈൻ 60, ആംഗിൾ 60 ഡിഗ്രി ആണ്, ടി ബി ഡി സൈൻ 60. അതുപോലെ താഴോട്ടേക്ക് എന്ത് വരും, ടി ബി ഡി കോസ് 60 ഡിഗ്രി. ഓക്കെ, മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സെയിം വെർട്ടിക്കലായിട്ട് 550 ന്യൂട്ടൺ ഉള്ള ഒരു ഫോഴ്സ് കൂടെ വരുന്നുണ്ട്, അതും കൺസിഡർ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ സ്പ്ലിറ്റപ്പും കൺസിഡർ ചെയ്യണം. ദെൻ ടി ബി സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴോ, ടി ബി സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ടി ബി സി ആംഗിൾ 30 ആണ്, ടി ബി സി സൈൻ 30 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് ഇതേതാണ് ഫോഴ്സ്, ടി ബി സി കോസ് 30 ഡിഗ്രി വരെ അല്ലേ. ആംഗിൾ ഈ ഒരു വൈ ആക്സിനാണ്, സോ ടി ബി സി കോസ് 30 ഡിഗ്രി. ദെൻ ബൈ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ബൈ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എന്താണ് വരിക, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 പറയുമ്പം എക്സ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഏതൊക്കെ വരും, ഒന്ന് ടി ബി സി സൈൻ 30 പ്ലസ് ടി ബി ഡി സൈൻ 60 മൈനസ് ടി ബി എ ഈക്വൽ ടു 0. അതുപോലെ ഇതിനെ ഇക്വേറ്റ് ചെയ്യാം, മാറ്റി എഴുതുമ്പം ടി ബി സി സൈൻ 30 പ്ലസ് നമുക്ക് ടി ബി ഡിൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം, എത്രയാണ് 439.23 ഇൻറ്റു സൈൻ 60 മൈനസ് ടി ബി എ ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മുടെ സിഗ്മ എഫ് എക്സിൻ്റെ ഇക്വേഷൻ. ഇതുപോലെ എന്ത് ചെയ്യുക, ഇതിൻ്റെ വൈ കോമ്പണൻറ്റ് മാറ്റി എഴുതാം. ഓക്കെ, നമ്മൾ ഡയഗ്രം വെച്ചിട്ട് സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 എഴുതുമ്പം സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 ഏതൊക്കെ ഫോഴ്സസ് ആണ് വരിക, ഒന്ന് ടി ബി സിൻ്റെ ഫോഴ്സ്, ടി ബി സി കോസ് 30 ഡിഗ്രി മൈനസ് ഡയഗ്രം നോക്കിയിട്ട് വേണം ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്, ടി ബി ഡി കോസ് 60 മൈനസ് 550 താഴോട്ടേക്കൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു, അത് നെഗറ്റീവാണ്, ഈക്വൽ ടു 0. ഇതിൽ നമ്മൾ ടി ബി ഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് ടി ബി സി കോസ് 30 ഡിഗ്രി മൈനസ് 439.23 ഇൻറ്റു കോസ് 60 ഡിഗ്രി മൈനസ് 550 ഈക്വൽ ടു 0. ദെൻ ഇതിലിപ്പം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ടി ബി സി കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ടി ബി സി ഈക്വൽ ടു 550 റീഅറേഞ്ച് ചെയ്യാം, പ്ലസ് 439.23 ഇൻറ്റു കോസ് 60 ഹോൾ ഡിവൈഡഡ് ബൈ കോസ് 30 ഡിഗ്രി വരും. ഓക്കെ, therefore ടി ബി സി ഈക്വൽ ടു 769.61 divided by cos 30 which is equal to 888.67 ന്യൂട്ടൺ. ഇതാണ് ടി ബി സിൻ്റെ വാല്യൂ. നെക്സ്റ്റ് നമുക്ക് ടി ബി സി കിട്ടി, അതുപോലെ ഇക്വേഷൻ 1 എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ നമുക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യാൻ, ടി ബി എ അറിയത്തില്ല, അതിലേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ഇക്വേഷൻ 1 ഇംപ്ലൈസ്, ഇതിലേക്ക് ടി ബി സിൻ്റെ വാല്യൂ ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇക്വേഷൻ 1ലേക്ക് ഇംപ്ലൈസ് ടി ബി സി സൈൻ 30 പ്ലസ് 439.23 ഇൻറ്റു സൈൻ 60 മൈനസ് ടി ബി എ ഈക്വൽ ടു 0. ഓക്കെ, ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 888.67 ഇൻറ്റു സൈൻ 30 പ്ലസ് 439.23 ഇൻറ്റു സൈൻ 60 മൈനസുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു 0യുടെ സൈഡിലേക്ക് മാറ്റി എഴുതുമ്പം ഈക്വൽ ടു ടി ബി എ എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടി ബി എൻ്റെ വാല്യൂ 824.72 ന്യൂട്ടൺ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം വരുമ്പം എവിടെയാണ് ലീസ്റ്റ് ഫോഴ്സസ് വരുന്നത് ആ ഒരു സെക്ഷൻ വെച്ചിട്ട് ആദ്യം സോൾവ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ നമുക്ക് നോൺ വാല്യൂ ഫോഴ്സ് തന്നിട്ടുള്ളത് ആ ഒരു പോയിന്റ് വെച്ചാലും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും.
താങ്ക് യു.